അപ്പോൾ നമ്മൾ ഫുള്ള് മഹീന്ദ്രയുടെ ഒരു അടിച്ചു മറ്റു വീഡിയോ ഇട്ടാണ് ഞങ്ങളത്. കാരണം എന്ന് വെച്ചാൽ നമുക്ക് മഹീന്ദ്ര വണ്ടി കാരണം എന്താ വെച്ചാൽ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ആയി വീഡിയോ എല്ലാവരും സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്ന് എടുത്തുകൊണ്ടുവന്ന വണ്ടി XUV300 ഒരു അപ്ഡേറ്റ് വെർഷനാണ്. ഇതിനകത്ത് കംപ്ലീറ്റ്ലി ഫീച്ചർ ഓറിയന്റഡ് LED ARL പ്രൊജക്ടർ സെറ്റപ്പാണ് വന്നേക്കുന്നത്. അഡാസ് റിവേഴ്സ് ഫ്രണ്ട് ക്യാമും 360 പാർക്കിംഗ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഒരു 70 ഇഞ്ചിന് അലോയ് വീലാണ് വന്നേക്കുന്നത്. സൈഡ് വീലിൽ നമ്മൾ മാറ്റങ്ങൾ ഒരുപാട് കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു മഹീന്ദ്രയുടെ ഏറ്റവും വിവോൾട്ട് ഒരു വണ്ടിയായിട്ടാണ് ഇവർ ഇറക്കിയത്. ബാക്ക് സൈഡിലൊക്കെ നമ്മൾ ബാക്കിലെ ടൈൽ ലാമ്പ് കണക്ട് ചെയ്തിട്ട് ഒരു പ്രത്യേക ഭംഗിയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. റിയർ പാസഞ്ചർ സീറ്റ് നോക്കുമ്പോൾ ആവശ്യ സീ സ്പേസ് ആണ് കൊടുക്കുന്നത്. ഒരു ആംറസ്റ്റും കൂടി കൊടുത്തിട്ടുണ്ട്. ഒരു 6-way എയർ ബാഗാണ് കൊടുക്കുന്നത്. ഓൾറെഡി നമുക്ക് ഇന്നത് സ്കൈ റൂഫിങ് കൊടുത്തിട്ടുണ്ട്. ഫീച്ചേഴ്സ് കൂട്ടിയിട്ട് പള്ളിപ്പെരുന്നാൾ വണ്ടി എന്ന് തന്നെ പറയാം. ഇഷ്ടംപോലെ ഫീച്ചേഴ്സും കൊടുത്തിട്ടുണ്ട്. വണ്ടി ഫുൾ സ്പേഷ്യസ് ആണെന്ന് പറയാം. അതുപോലെ തന്നെ ഒരുപാട് ഫീച്ചേഴ്സ് കുത്തി നിറച്ചൊരു വണ്ടിയാണെന്നും കൂടി പറയാം. എന്നാലും ചെറിയ ചെറിയ ഫീച്ചേഴ്സ് ഇല്ല. കാരണം വെച്ചാൽ കോസ്റ്റ് കട്ടിങ്ങിന് വേണ്ടി മാത്രമായിട്ട് എല്ലാം നല്ലത് പറഞ്ഞാൽ ശരിയല്ല. കുറച്ച് കുട്ടികളും പറയാം. അപ്പോൾ ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ്മെൻറ്റ് ഇല്ല. കാരണം വെച്ചാൽ ചെറിയ കോസ്റ്റ് കട്ടിങ് നേരത്തെ പറഞ്ഞ. പിന്നെ അതിനകത്തോട്ട് കയറി കഴിഞ്ഞാൽ ഒരു വലിയ 10.2 ഇഞ്ചിൻ്റെ സ്ക്രീനാണ് കൊടുത്തേക്കുന്നത്. ഫുള്ളി കംപ്ലീറ്റ് കൺട്രോൾ ചെയ്യാവുന്ന ഒരു വീലാണ് കൊടുത്തേക്കുന്നത്. മെയിൻലി 3 മോഡ് ഡ്രൈവ് ഉണ്ട്. സിപ്പ് സാപ്പ് സൂപ്പ്. ഓരോ മോഡറിനനുസരിച്ചും ക്ലസ്റ്റർ മോഡ് ചേഞ്ച് ആവും. ക്ലസ്റ്റർ മോഡ് ചേഞ്ച് ആയിട്ട് വണ്ടി ഒടുക്കത്തെ പവറാണ് കൊടുക്കുന്നത്. 1.2 ലിറ്റർ ടർബോ എഞ്ചിനിൽ പെട്രോൾ എഞ്ചിനിൽ 117 പവർ ഹോഴ്സ് പവറാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഒരു 65 വാട്ട്സിൻ്റെ ചാർജറും ഈ വണ്ടിയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഫീച്ചേഴ്സ് കൊണ്ട് കുത്തി നിറച്ചേക്കുന്ന മഹീന്ദ്രയുടെ ഏറ്റവും പുതിയ മോഡൽ ഒരു ഇലക്ട്രിക്കൽ മോഡലിൻ്റെ അതേ രൂപസാമ്യമുള്ളൊരു വണ്ടിയാണ്. പിന്നെ ഗിയർ മാനുവൽ ഗിയർ ട്രാൻസ്മിഷൻ എല്ലാം പറയേണ്ട കാര്യമില്ല. പെർഫെക്റ്റ്ലി സ്മൂത്താണ്. ഇവിടെ ഞാൻ പറഞ്ഞ ഒരു സൂപ്പർ പവർ ചാർജർ കൊടുത്തിരുന്നത്. വണ്ടി ചുമ്മാ ഹെവി ആട്ടോ, ഒരു രക്ഷയില്ല. ജസ്റ്റ് ചെക്ക് ഔട്ട് നോക്കും.